പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെ ലക്ഷ്യം വെച്ച് എൻ.എസ്.എസും എസ്.എൻ.ഡി.പിയും കൈകോർക്കുന്നു. വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് പറയാൻ സതീഷിന് ഒരു അർഹതയുമില്ലെന്ന് എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. ഇന്നലെ പൂത്ത തകരയാണ് സതീഷിനെന്ന് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വിമർശിച്ചു. ഭിന്നിപ്പിന്റെ ഉപകരണമായി വെള്ളാപ്പള്ളി മാറിയെന്നായിരുന്നു സതീഷിന്റെ തിരിച്ചടി. വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും കൈകോർക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് ഭൂരിപക്ഷ സമുദായങ്ങളുടെ സംഘടന. നായർ മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യം വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം രംഗത്ത് വരുന്നത് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പോയിന്റ് ബ്ലാങ്കിൽ വെള്ളാപ്പള്ളി ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ തന്നെ. അതിന് എൻ.എസ്.എസിനെ കൂടെ കിട്ടിയാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിശ്വാസം. സതീശൻ അഹങ്കാരിയാണെന്ന് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയമാണ്. ഈ മാന്യന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും എസ്.എൻ.ഡി.പി യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഐക്യപ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത സുകുമാരൻ നായർ വെള്ളാപ്പള്ളിക്ക് കൂടുതൽ കരുത്ത് പകർന്നു. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് എൻ.എസ്.എസിന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താണ്, സമുദായ സംഘടനകൾ തിണ്ണ കയറി നിരങ്ങരുതെന്ന്. ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണ്ടി. എൻ.എസ്.എസിനും എസ്.എൻ.ഡി.പിക്കുമെതിരെ താൻ സംസാരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മറുപടി നൽകി. വർഗീയത പറയരുത് എന്ന് മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ എന്നും സിനഡിൽ പോയാൽ എന്താണ് പ്രശ്നമെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. അവർക്കെതിരായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ആകെ വർഗീയത പറയരുതെന്ന് മാത്രമേ പറഞ്ഞു. സിനഡിൽ പോയാൽ കണ്ടാൽ എന്താ കുഴപ്പം? ഞാൻ സിനഡ് പോയപ്പോൾ എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം. ഞാൻ അവരെ പോയി കണ്ടു, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ആരെ അവഗണിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട്. സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും പ്രസ്താവനകളിൽ സന്തോഷിക്കുന്നവരാണ് CPM-കാർ. കാരണം കഴിഞ്ഞ കുറേ കാലമായി CPM പയറ്റുന്ന ന്യൂനപക്ഷ വർഗീയ വിദ്വേഷ പ്രചരണവും ഭൂരിപക്ഷ സമുദായ സ്നേഹവും ഈ രണ്ട് സംഘടനകളും ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗവും സതീശൻ വിരുദ്ധ പ്രസ്താവനകൾക്ക് പിന്നിലുണ്ടെന്നാണ് സൂചന. എന്നാൽ കേരളത്തിലെ രണ്ട് പ്രബല സംഘടനകൾ തന്നെ മാത്രം ശത്രുപക്ഷത്ത് നിർത്തിയതോടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഭൂരിപക്ഷ സമുദായ ജനാധിപത്യവാദികളുടെയും പിന്തുണ തനിക്ക് ലഭിക്കുമെന്നാണ് സതീശന്റെ കണക്കുകൂട്ടൽ. മീഡിയ 1 തിരുവനന്തപുരം.